കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റാസ്ബെറി പൈനെ കുറിച്ച് ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ നോക്കി. അതിൻ്റെ ബോർഡിനകത്തുള്ള പാർട്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാസ്ബെറി പൈയിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് റാസ്ബെറി പൈക്കകത്തുണ്ട്. എങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ പൈത്തൺ എന്ന് പറയുന്നത് ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബൂട്ടപ്പ് ചെയ്ത് കിട്ടാനും അത് പ്രോഗ്രാംസ് റൺ ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു യൂസേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ യൂസേഴ്സ് കമ്മ്യൂണിറ്റി കോഡ്സ് ഷെയർ ചെയ്ത് നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം കോഡ്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പൈത്തൺ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഈ പൈത്തൺ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത് ഗുഡോ വാൻ റോസം എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ കമ്പൈൽ ചെയ്ത് വേറൊരു കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ പ്രോഗ്രാമിനെ ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആയതുകൊണ്ട്. ഇനി പൈത്തണിനകത്ത് നമുക്ക് നമ്മൾ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണോ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത് ആ ടൈപ്പായിട്ട് ആ വേരിയബിൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ C++ലൊക്കെ ആണെങ്കിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വേരിയബിൾ എന്ത് ടൈപ്പാണ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കണം. അതേസമയം പൈത്തണിനകത്ത് അങ്ങനെ ഒരു നിർബന്ധമില്ല. ഇനി പൈത്തൺ ഇൻ്റർപ്രറ്റർ നമുക്ക് 2 വേസിൽ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഒരു ഇൻട്രാക്റ്റീവ് ഷെല്ലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, അതല്ല എങ്കിൽ കമാൻഡ് ലൈൻ പ്രോഗ്രാമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം ഇൻട്രാക്റ്റീവ് ഷെല്ലായിട്ടാണ് നമ്മൾ പൈത്തൺ ഇൻ്റർപ്രറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോരോ കമാൻഡ്സ് കൊടുത്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷനാണ് അതിലുള്ളത്. അതേസമയം കമാൻഡ് ലൈൻ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ പൈത്തൺ ഇൻ്റർപ്രറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിനകത്ത് സ്റ്റാൻഡ് അലോൺ സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പൈത്തൺ പ്രോഗ്രാമിനെയും സ്ക്രിപ്റ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓരോ പൈത്തൺ പ്രോഗ്രാംസിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നത് കമാൻഡ് ലൈൻ പ്രോഗ്രാമായിട്ട് പൈത്തൺ ഇൻ്റർപ്രറ്ററിനെ റൺ ചെയ്യിപ്പിച്ചിട്ടാണ്. ഓക്കെ, ഇനി പൈത്തണിൻ്റെ കൂടെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് വരുന്നുണ്ട്. അത് റാസ്ബെറി പൈയിൽ യൂസ് ചെയ്യുന്നത് ഐഡിൽ എന്ന് പറയുന്ന ഒരു IDE ആണ് പൈത്തണുമായിട്ട് ബണ്ടിൽ ചെയ്ത് റാസ്ബെറി പൈയിൽ വരുന്നത്. ഇപ്പോൾ ഈ IDE എന്ന് പറയുന്ന ടെക്സ്റ്റ് എഡിറ്റർ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേറെ ഏത് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പൈത്തണിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് എഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഐഡിൽ എന്ന് പറയുന്ന IDEയോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഐഡിയിൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐഡിൽ 3 ഐക്കണിനകത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിനകത്ത് പ്രോഗ്രാമിംഗ് IDL 3 എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പണായി വരും. അതിൽ ഇൻട്രാക്റ്റീവ് ഷെല്ലായിട്ടായിരിക്കും അത് ഓപ്പണായി വരുന്നത്. അതിൽ ഒരു ട്രിപ്പിൾ ഷെവറോൺ, അതായത് ഈ 3 ഗ്രേറ്റർ ദാൻ സിമ്പൽ വരുന്ന ഒരു പ്രോംപ്റ്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ പ്രോംപ്റ്റിലാണ് നമ്മൾ കമാൻഡ്സ് എൻ്റർ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കമാൻഡ് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ എന്ത് ചെയ്യുക, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ആ വിൻഡോയിൽ തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രിൻറ്റ് എന്നുള്ള ഫംഗ്ഷനകത്ത് നമ്മൾ എന്ത് തന്നെ സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ അത് നമുക്ക് ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതാണ് ഈ ഒരു പ്രിൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻട്രാക്റ്റീവ് ഷെല്ലിനകത്ത് ഡയറക്റ്റായിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3+4+5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് 12 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസൊക്കെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള പാക്കേജസ് എല്ലാം തന്നെ പൈത്തണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാക്കേജിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക്
ഇമ്പോർട്ട് എന്ന് പറയുന്ന കീവേഡ് വെച്ച് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ മാത്ത് എന്ന് പറയുന്ന ആ ഒരു പാക്കേജിനകത്ത് നമുക്ക് മിക്കവാറും ഉള്ള മാത്ത് ഫങ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് മാത്ത് എന്ന് കൊടുക്കുമ്പോഴത്തേനും ആ മാത്ത് എന്ന് പറയുന്ന പാക്കേജ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ടായിട്ട് കിട്ടും. ദെൻ അതിന് ശേഷം അതിനകത്ത് നമുക്ക് ഏത് ഫങ്ഷൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 + math.sqrt(5) എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. 5ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ട് അത് 1 ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ കിട്ടുന്ന വാല്യൂ ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ഫംഗ്ഷൻ ഇമ്പോർട്ട് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൈത്തണിനകത്തുള്ള പാക്കേജസ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ റേഡിയസ് = 200 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ C++ലൊക്കെ ആണെങ്കിൽ ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. എന്ത് ടൈപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. അതേസമയം പൈത്തണിനകത്താണെങ്കിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് അതിനകത്തേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്ത് വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആ വാല്യൂവിൻ്റെ ടൈപ്പായിട്ടായിരിക്കും ആ വേരിയബിൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ റേഡിയസ് = 200 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ ഡേറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയസിനെ നമ്മൾ ഇൻറ്റിജറായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ റേഡിയസ് × 2 × math.py. മാത്തിനകത്ത് നമുക്ക് പൈയുടെ വാല്യൂ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് math.py. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റേഡിയസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. സോ ഇങ്ങനെയാണ് പൈത്തൺ ഷെല്ല് നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഐഡിലിൻ്റെ ഇൻട്രാക്റ്റീവ് ഷെല്ലും എഡിറ്റർ വിൻഡോയും നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ഷെല്ലെന്ന് പറയുന്നത്. ഇത് ഇൻ്റർപ്രറ്ററായിട്ട്, അതായത് ഓരോരോ കമാൻഡ്സായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഷെല്ലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രാം എഴുതാനുള്ള ഒരു എഡിറ്റർ പോലെ. ഓക്കെ, നമുക്കിതിനകത്ത് ഫുൾ പ്രോഗ്രാം എഴുതിയതിന് ശേഷം സേവ് ചെയ്യും. .py എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വെച്ച് സേവ് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് ഇവിടെ തന്നെ റൺ ചെയ്യിപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഇനി പൈത്തണിനകത്ത് കമാൻഡ് ലൈനും ഐഡിലും തമ്മിലുള്ള ആ ഒരു കമ്പാരിസണാണ്. അതായത് ഐഡിലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. നമ്മൾ ഷെല്ലിൽ റൺ ചെയ്യുന്നതിനേക്കാളും ഔട്ട്പുട്ട് നമുക്ക് ഐഡിലിൽ കിട്ടാനായിട്ട് സ്ലോ ആണ്. Python programs commonly known as scripts in Python and sketches in Arduino. പ്രോഗ്രാംസ് നമ്മൾ എഴുതുമ്പോഴത്തേനും പൈത്തൺ പ്രോഗ്രാമിനെ നമ്മൾ സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നു. അർഡിനോയ്ക്കകത്താണെങ്കിൽ അതിനെ നമ്മൾ സ്കെച്ചസ് എന്നാണ് പറയുന്നത്. അർഡിനോ പ്രോഗ്രാംസിനെ സ്കെച്ചസ് എന്നാണ് പറയുന്നത്. ഇനി ആർഡിനോയുടെ കേസിൽ നമുക്ക് 2 ഫങ്ഷൻസ് ആണുള്ളത്, സെറ്റപ്പും ലൂപ്പും. സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു തവണ മാത്രം റൺ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് സെറ്റപ്പ് ഫങ്ഷൻ. അതേസമയം ലൂപ്പ് ഫങ്ഷൻ ആണെങ്കിൽ ഒന്നിലധികം തവണ, അതായത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഫങ്ഷനാണ് ലൂപ്പ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു പൈത്തൺ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഫങ്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു, ഇവിടെ ഫങ്ഷൻസ് ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇനിഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ഫങ്ഷൻ നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നത്. ലൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിനകത്ത്, എംബഡഡ് സിസ്റ്റത്തിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് പ്രോസസ്സാണോ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ലൂപ്പ് ഫങ്ഷനകത്ത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ചെയ്തിരിക്കുന്നതനുസരിച്ച് ഈ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെറ്റപ്പിനകത്ത് n എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലൂപ്പിനകത്ത് ഇത് ട്രൂ കണ്ടീഷൻ ആയിരിക്കുന്ന അത്രയും സമയം എന്താ ചെയ്യുന്നത്, n-നെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം n mod 2 0 ആണെങ്കിൽ ആ n-നെ പ്രിൻ്റ് ചെയ്യുന്നു. അതായത് ഈവൻ നമ്പേഴ്സിനെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഓക്കെ, സോ അതുപോലെ തന്നെ പൈത്തണിനകത്ത് നമ്മൾ വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ഇൻഡൻറ്റേഷനാണ് ആ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. നമ്മൾ പൈത്തണിനകത്ത് ഫംഗ്ഷൻ എഴുതുന്നത് ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ ആ ഫംഗ്ഷനകത്ത് വരുന്ന അതിൻ്റെ ബോഡിയിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻഡൻറ്റ് ചെയ്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതുപോലെ ലൂപ്പ് വരുമ്പോഴത്തേനും ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അതിനകത്ത് ഇൻഡൻറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ അതിനകത്തുള്ള ബോഡി എന്ന് പറയുന്നത് അതിലേക്ക് ഇൻഡൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ഇൻഡൻറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് പൈത്തണിനകത്ത് അതിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 ആയിട്ട് വെച്ചു. ദെൻ സെറ്റപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എഴുതി അതിനകത്ത് എന്നിനെ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 100 ആയിട്ട് വെച്ചു. ദെൻ ലൂപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിലും എന്നിനെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സെയിം ആ എന്നിനെ തന്നെ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ദെൻ n+1 എന്നിനെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈവൻ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. സെയിം അത് തന്നെയാണ് നേരത്തെ നമ്മൾ ജസ്റ്റ് ഒരു പ്രോഗ്രാമായിട്ട് എഴുതിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഫങ്ഷൻസും കൂടി യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്നു. ദെൻ മെയിൻ ഫംഗ്ഷനകത്ത് ആദ്യം നമ്മൾ സെറ്റപ്പ് ഫംഗ്ഷനെ കോൾ ചെയ്തു. ദെൻ ഒരു വൈൽ ലൂപ്പിനുള്ളിൽ ലൂപ്പ് എന്ന് പറയുന്ന ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. കാരണം നമുക്ക് ഈ ലൂപ്പ് ഫംഗ്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ ലൂപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പൈത്തണിനകത്ത് 34 റിസർവ്ഡ് കീവേഡ്സാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷണൽ കീവേഡ്സ് ഇത്രയുണ്ട്: ഇഫ്, എൽസ്, എല്ലിഫ്, നോട്ട്, ഓർ, ആൻഡ്, ഈസ്, ട്രൂ, ഫോൾസ്, നൺ. അതുപോലെ ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ, ഇന്ന്, വൈൽ, ബ്രേക്ക്, ആസ്, കണ്ടിന്യൂ, ലൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സാണ് അതെല്ലാം. ദെൻ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആയിട്ട് പ്രിൻറ്റ്, പാസ്, ഡെല്ലുണ്ട്. ക്ലാസ്സസ് ആൻഡ് മോഡ്യൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കീവേഡ്സ് ഉണ്ട്. ദെൻ എറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും കീവേഡ്സ് ഉണ്ട്. ടോട്ടലി 34 കീവേഡ്സാണ്, റിസർവ്ഡ് കീവേഡ്സാണ് പൈത്തണിനകത്ത് ഉള്ളത്. ദെൻ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് സ്ട്രിങ്സ്, ലിസ്റ്റ്, ഫങ്ഷൻസ്, മോഡ്യൂൾസ്, നമ്പേഴ്സ് ഇതെല്ലാം തന്നെ നമ്മൾ ഒബ്ജക്ട്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ എൻക്യാപ്സുലേറ്റഡ് കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ആയിട്ടാണ് പൈത്തണിനകത്ത് ഇതെല്ലാം തന്നെ വരുന്നത്. സോ മൈ സ്ട്രിങ് ഈക്വൽ ടു QUUX എന്ന് നമ്മൾ കൊടുക്കുന്നു. ദെൻ മൈ സ്ട്രിങ് ഡോട്ട് ക്യാപിറ്റലൈസ് ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുവാണ്. അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ മൈ സ്ട്രിങ്ങിനെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റ് ഡോട്ട് അതിൻ്റെ ഒരു മെമ്പർ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ എലമെൻറ്റ്സിനെ ക്യാപിറ്റലൈസ് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, അത് സ്ട്രിങ്ങിൻ്റെ കേസാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമുക്കൊരു ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് നമുക്ക് ഒരു മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിനകത്തേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു. അതായത് നമ്മുടെ അറേ പോലെ ഒരു സംഭവമാണ്. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് എടുത്തു. ദെൻ അതിനെ മൈ ലിസ്റ്റ് ഡോട്ട് റിവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഇനി അതുപോലെ തന്നെ ടൈം, ഡേറ്റ്, ടൈം ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ലൈബ്രറി ഉണ്ട്, പാക്കേജസ് അവൈലബിൾ ആണ്. അതിന് ഇമ്പോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു പാക്കേജിന് വേണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ഇഷ്ടമുള്ള പേരിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഇമ്പോർട്ട് ടൈം ആസ് മൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എന്ന് പറയുന്ന മോഡ്യൂളിനെ നമ്മൾ മൈ ടൈം എന്നുള്ള പേരിലായിരിക്കും നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നീട് എവിടെയൊക്കെ നമ്മൾ ഇതിനകത്തു നിന്നുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം മൈ ടൈം ഡോട്ട് ഫങ്ഷൻ നെയിം ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഇനി അതുപോലെ വേറൊരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രം ടൈം ഇമ്പോർട്ട് ക്ലോക്ക്. ഇപ്പോൾ ഒരു വലിയ പാക്കേജിനകത്തു നിന്ന് നമുക്ക് ഒരു ചെറിയ സബ് പാക്കേജ് മാത്രം നമുക്ക് മതിയെങ്കിൽ ടൈം എന്ന് പറയുന്ന ആ ഫുൾ പാക്കേജിനകത്തു നിന്ന് ക്ലോക്ക് മാത്രം ഇമ്പോർട്ട് ചെയ്യാൻ പറയാം. അങ്ങനെയും നമുക്ക് പാക്കേജസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈത്തൺ സ്ക്രിപ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് കറണ്ട് ടൈം പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു പൈത്തൺ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് ടൈം എന്ന് പറയുന്ന പാക്കേജിനകത്തുനിന്ന് ഡേറ്റ് ടൈമിനെ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ ടൈമിനകത്തുനിന്ന് സ്ലീപ്പിനെ ഇമ്പോർട്ട് ചെയ്തു. ദെൻ വൈൽ ട്രൂ, നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് ടൈമിങ്ങിനെ കാണിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നൗ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഡേറ്റ് ടൈം ഡോട്ട് നൗ, ഡേറ്റ് ടൈം എന്ന് പറയുന്ന നമ്മുടെ പാക്കേജ്, ഡോട്ട് നൗ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടൈം, ഡേറ്റ് ആൻഡ് ടൈം നേരെ റിട്ടേൺ ചെയ്യും. അതാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അത് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നൗവിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ അതിനെ പ്രിൻറ്റ് ചെയ്യുന്നു.
ദെൻ സ്ലീപ്പ് ഓഫ് 1. സ്ലീപ്പ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് 1 സെക്കൻഡ് പ്രോഗ്രാം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലീപ്പ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഓരോ സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. So sleep function stops the execution of the program for 1 second. One thing you will notice after running this code is that നമ്മൾ ഈ സ്ലീപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാനുള്ള മെയിൻ 2 റീസൺസ് ആണുള്ളത്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ കറണ്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഡിലേ വരും. മിക്കപ്പോഴും അതെന്ന് പറയുന്നത് 0.9 സെക്കൻഡ്സ് നമ്മൾ ഒരു ബെറ്റർ ചോയ്സായിട്ട് വെക്കുന്നതാണ് നല്ലത്. ആ ഡിലേക്ക് ശേഷം നമുക്ക് അതായത് ആ ഒരു ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിട്ടി അത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം അടുത്ത ടൈം അത് റീഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ലീപ്പ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ചില കേസസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CPU-നകത്ത് നമ്മുടെ പ്രോഗ്രാം മാത്രമായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്, മറ്റുള്ള പ്രോസസ്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന കേസസിൽ സൈക്കിൾസ് നമ്മുടെ പ്രോഗ്രാമിന് മാത്രമായിരിക്കില്ല CPU സൈക്കിൾസ് അലോട്ട് ചെയ്തിരിക്കുന്നത്, മറ്റുള്ള പ്രോഗ്രാംസിനും ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു ഡിലേ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലീപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം തന്നെയാണ്, അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റീഡ് ചെയ്യുന്ന ഡേറ്റും ടൈമും ഉണ്ടല്ലോ, ആ ഡേറ്റും ടൈമിൻ്റെ കൂടെ തന്നെ ഒരു റാൻഡം ഡേറ്റയും കൂടെ ജനറേറ്റ് ചെയ്തിട്ട് ആ റാൻഡം ഡേറ്റയും കൂടെ ചേർത്ത് log.txt എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫയലിനെ റൈറ്റ് മോഡിൽ ലോഗ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചു. ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ 5 ടൈംസാണ് ആ ലോഗ് റൺ ചെയ്യാൻ, അതായത് 5 ടൈംസാണ് ഇവിടെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. സോ in range of 5. ദെൻ നൗയിലേക്ക് നമ്മളിപ്പോഴത്തെ ഡേറ്റ് ആൻഡ് ടൈമിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്തു. ദെൻ ഡേറ്റയ്ക്കകത്തോട്ട് ഒരു റാൻഡം ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്തു. random.rand int 0,1024 1024-ന് 0-ക്ക് ഇടയിലുള്ള ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്ത് അത് ഡേറ്റയിലേക്ക് എടുത്തു. ദെൻ ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ പോയിൻ്റർ, അതിലേക്ക് റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ടൈമും അതിൻ്റെ കൂടെ ഈ കിട്ടിയ ഡേറ്റയെ നമ്മൾ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് റൈറ്റ് ചെയ്യുന്നു. റൈറ്റ് ചെയ്തതിന് ശേഷം സ്ലീപ്പ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അത് ഇങ്ങനെ 5 തവണ റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം log.flush log.close ആ ഫയലിനെ ക്ലോസ് ചെയ്യും. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് പൈത്തണിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് അവയർനെസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആർഡിനോയും റാസ്ബെറി പൈയും കൂടെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡ്യൂളിൽ ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ കാണാം.